എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീഡ് എന്ന ആനിമൽ സീരീസിന്റെ എപ്പിസോഡ് 20. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ നമ്മുടെ ഹീറോയിൻ ഹാവച്ചന് കൊടുത്ത ആ ഫയർ ഫ്ലൈ അത് മൊമെന്റ് അതൊക്കെ ആലോചിച്ച് നൽകണം. ബോക്സിലേക്കാണ് അത് ഇരിക്കുന്നത്. അതിൽ നോക്കിയിരിക്കുമ്പോൾ അവരുടെ ആൾക്കാർ നമ്മുടെ മിസ് ഇപ്പോൾ ലോഡിലായിട്ടിരിക്കുകയാണ്, ബോറടിക്കുകയാണ്. അതിനു വേണ്ടി കുറെ നേരം മറ്റേ വെയിറ്റും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? അതിലെ മെയിൻ ആള് അതിന് കാരണമില്ല, ഒറ്റയടിയാന്നുണ്ടല്ലേ. അത് കഴിഞ്ഞ് നൈറ്റ് അരീന അവിടെ ഹാവച്ചനും വാങ്ങും വന്ന് നിൽക്കുന്നത്. രണ്ടുപേരും ഡ്രാഗൺ ഫോം ആക്യുമുലേറ്റ് മൊമെന്റോ അത് വെച്ച് കഴിഞ്ഞ് അത് സ്റ്റാർട്ടായി. നൈറ്റ് അരീന അവിടെ എല്ലാവരും ഉണ്ട്, എന്താണെന്ന് അറിയാമെന്നായിട്ട്. ഞാൻ കാത്തിരുന്ന മാച്ച് ഇതിൽ ഞാൻ തോക്കില്ല. നീയോ? ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചത് ഈ ടൂർണമെന്റിലെ അവസാനം നീയായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നാണ്. ആ ദിവസം വന്നിട്ട് അങ്ങനെ സോഡ് എടുത്ത് ഹാവച്ചൻ ഹോൾ ഓഫ് ഫെയ്ത്തും ഗാർഡിയൻ ഗിഫ്റ്റും ഹാർഡ് ഹിറ്റ് ഹാലോ എന്ന 3 സ്കില്ലുകൾ ചേർത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. അതുകൊണ്ട് ലീഷന് വരെ ഷോക്ക്. എന്തുകൊണ്ടാണെന്ന് അവർ ലെവലല്ലല്ലോ എന്നത് മാത്രമല്ല, വാങ്ങ ഏറ്റവും സ്ട്രോങ് ആയ ഓപ്പണന്റ് ആണ്. അവനെ നിൽക്കണമെങ്കിൽ അതിന് കൂടുതൽ പവേഴ്സ് വേണം. പിന്നെ വേറെന്തോ കണ്ടിട്ടാണ് എന്നാ അത് വന്നത്. സിംഗിൾ സോഡ് വെച്ച് തടഞ്ഞു. ഒരു ഡിസിപ്ലിനായിട്ട് 2 സോഡ് ഉപയോഗിച്ചാണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്. എന്നിവ ഒരു സോഡ് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന്റെ അറ്റാക്ക് തെറ്റിദ്ധരിപ്പിച്ചൊക്കെ വന്ന് നോക്കി കഴിഞ്ഞില്ല. ഇവൻ ഇതെല്ലാം അറിയാം എന്നതാണ്. അങ്ങനെ കുറച്ചു നേരം ഫൈറ്റ് എയറിലൊക്കെ കാണിക്കുന്നു. കഴിഞ്ഞില്ല. അവൻ്റെ ഒരു സോഡ് വിട്ടുപോയി. അവൻ നേരെ അറ്റാക്ക് ചെയ്യുന്നു. അവനോട് നീ എത്ര നേരം മറക്കും നിന്റെ ട്രൂ പവേഴ്സ് കാണിക്കേ എന്ന് വാങ്ങ. ഹാവച്ചൻ അവന് നേരെ വരുന്നു. അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു സോഡ് മാത്രം അത് വെച്ച് തടഞ്ഞു. ആ റിങ് അത് വാങ്ങ കാണുന്നുണ്ട്. പെട്ടെന്നാണ് അവന് ചുറ്റും എന്തോ ഒന്ന് വരാനായിട്ട് തുടങ്ങി. അത് മനസ്സിലായില്ല. അവസാനം നീ പുറത്ത് കാണിച്ചു ഡൗഷാൻ ഷുവൈവാൻ സോഡോ എന്ന് പറഞ്ഞ് എല്ലാവരും ഷോക്ക്. സോഡ് വേർവിൻഡ് എന്ന് പറഞ്ഞ് എല്ലാവരും ഷോക്കായി. അതെന്താണെന്ന് സംഭവമൊന്നുമില്ല. അവന് ചുറ്റും 2 സോഡ് അത് ഉപയോഗിച്ച് സ്പീഡിന് കറങ്ങും. ഇതിലൂടെ അവന്റെ ഓപ്പോണന്റിന്റെ ഡിഫൻസ് പവർ അതിനെ സ്പീഡ് കൊണ്ട് കറക്കാൻ കഴിയും. മീൻസ് ഹാവച്ചപ്പോൾ സ്പീഡിന് കറങ്ങുവാണല്ലോ. ആ സ്പീഡ് ഡിഫൻസ് ആയിട്ടും അതിനിടയ്ക്ക് വന്ന് അറ്റാക്ക് ചെയ്യാനും കഴിയും. ഒന്നോർത്താൽ മതി, ഇത് പണിഷ്മെന്റ് ടെക്നിക്കാണ്, കൊല്ലാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും ഒരു വളരെ പവർഫുൾ ആയ സ്കില്ലാണ്. എല്ലാവർക്കും ഇത് ഷിങ്മുന്റെ ഡിസിപ്ലിനാണ് എന്നത് മനസ്സിലായി. ഷോക്ക്. കാരണം ഇത് ഷിങ്മു തന്നെ ഉണ്ടാക്കിയ സെൽഫ് ക്രിയേറ്റ് സ്കില്ലാണ്. ഹാൻകോനെ ആൾറെഡി അറിയാമല്ലോ. എന്നാൽ ആ ആളുടെ സ്വന്തം സോഡല്ല. അതുപോലെ ലാക്ക് ഓഫ് സ്പിരിറ്റ് പവറും വേണ്ടതാണ് ഇതിന്. അതവനില്ല. അതുകൊണ്ട് തന്നെ ഇത് അവന് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. ഈ സമയത്ത് വാങ്ങ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ബ്രേക്ക് ആക്കാൻ കഴിയുന്നില്ല. നീ നിന്റെ സ്പിരിച്വൽ പവർ ഉപയോഗിച്ച് ഈ ഒരു സ്കിൽ യൂസ് ചെയ്തല്ലേ ഈ സമയത്തൊക്കെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. എന്നാൽ അത് തടയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവസാനം വാങ്ങ് അവന്റെ ബ്ലൂ ഡ്രാഗൺ റൈസിങ് എന്ന ഡ്രാഗൺ സ്ട്രൈക്ക് അത് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അത് തടയാനായിട്ട് നോക്കി എന്നാൽ കഴിഞ്ഞില്ല. ആ സമയത്താണ് വാങ്ങിന്റെ കയ്യിൽ ഇൻഹെറിറ്റർ റിങ് അത് കാണുന്നേ. അവന് മനസ്സിലായി ഇത് സോഡ് ഓഫ് ഇൻഹെറിറ്റന്റാണ്. ഇവന്റെ കയ്യിൽ പവർ ഓഫ് ഈഗിൾ ഏതങ്ങനെ വന്നു എന്ന് വിചാരിക്കുമ്പോൾ അത് മനസ്സിലായതുപോലെ നീ വിചാരിക്കുന്ന ശരിയാണ്, ഞാൻ ഈഗിൾ നൈറ്റ് ആണ്. അന്ന് അവന്റെ ഗ്രാൻഡ് ബേർഡ് പറഞ്ഞത് ഹാവച്ചൻ ഷിങ്മിന്റെ മകനാണ് എന്നത്. ദ ഗ്രേറ്റസ്റ്റ് നൈറ്റ് എല്ലായ്പ്പോഴും നിന്റെ അച്ഛനായിരുന്നു ഫസ്റ്റ് ആയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ മകനെ തോൽപ്പിക്കണം എന്നതാണ് എനിക്ക് വേണ്ടത്. അതിനായിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഹാവച്ചൻ ഇതിൽ തോൽക്കുകയാണെങ്കിൽ അവന്റെ അച്ഛന്റെ റെപ്യൂട്ടേഷൻ പോകും എന്നതും ഇത് വെറും ഒരു ഫൈറ്റ് അല്ല, 2 ഗ്രേറ്റസ്റ്റ് നൈറ്റിന്റെ ഹെയർസ് തമ്മിലുള്ളതാണ് എന്നത് ഇപ്പോഴാണ് മനസ്സിലായി. അങ്ങനെ പിന്നെ ഫൈറ്റ് തുടങ്ങി. ഒരു കാര്യം ചെയ്യാം, ഫൈറ്റൊക്കെ സ്പീഡിനാക്കി പോകാം. അതിന് ഡീറ്റെയിൽസ് കാണിച്ച് ലാഗാക്കി ലെങ്ത് കുറച്ച് പോകുന്നില്ല. സാധാരണ ഈ സമയത്തൊക്കെ മറ്റു ആനിമൽസൊക്കെ കുറെ എപ്പിസോഡ് പോയായിരുന്നു. എന്നാൽ ഇതിന് മാത്രം പറ്റുന്നില്ല. ഫുള്ള് ഫൈറ്റ് കാരണം അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാട്. അത് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് ഇട്ട് പോകാമെന്നാണ് വിചാരിച്ച്. എന്നാൽ നടക്കുന്നില്ല. ഇത്രയും നേരം വാങ്ങ അറ്റാക്ക് ചെയ്ത് കൂടുതൽ ഡിഫൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അറ്റാക്ക്. അതിന് മുൻപത്തെ പോലെ ആയില്ല. അവൻ ഡിവൈൻ പാരി എന്ന സ്കില്ലൊക്കെ യൂസ് ചെയ്ത് നോക്കി. ഒന്നുമായില്ല. ഹാവച്ചന്റെ ഒട്ടുമിക്ക സ്കില്ല് യൂസ് ചെയ്തു. ഇനി ജയിക്കാൻ ചാൻസ് ഇല്ല എന്നത് മാസ്റ്ററിന് മനസ്സിലായി. എന്നാൽ ഹാവച്ചൻ അക്യുമുലേറ്റ് മൊമെന്റ് ആ സ്കില്ല് യൂസ് ചെയ്ത് അവൻ സൺസ്ലാഷ് എന്ന സ്കില്ലും കൊടുത്തു. അത് എതിർക്കാനായിട്ട് വാങ്ങും. അങ്ങനെ പിന്നെ ഫൈറ്റ് ചെയ്ത് അതിൽ അവന്റെ സോഡ് പൊട്ടി ജസ്റ്റിന് വാങ്ങ അറ്റാക്ക് നിന്ന് മാറുകയും ചെയ്യുന്നുണ്ട്. അവസാനം ഹാവച്ചൻ വീണു. ഇനി ജയിക്കാൻ കഴിയില്ല എന്നത് എല്ലാവർക്കും മനസ്സിലായി. അവനോട് തോൽവി സമ്മതിക്കുന്നു എന്ന് റഫർ ചോദിക്കുന്നു. ഇത് ഹാന്യു കണ്ടിട്ട് ഗ്രാൻഡ് ഫാദർ നിങ്ങളുടെ ചോയ്സ് എപ്പോഴും ശരിയാകില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ടും എളുപ്പന്നു. ഹാവച്ചൻ എന്ന തോൽവി സമ്മതിച്ചില്ല. വാങ്ങും, ഞാൻ നിന്റെ ടാലന്റിന് മുൻപിൽ തോൽവി സമ്മതിച്ചു. എന്നാൽ നീ ഇപ്പോൾ ഈ അവസ്ഥയിലായി. എനിക്ക് ഇതും വെച്ച് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ല. എനിക്കറിയാം നീ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് നീ ഇപ്പോഴും ഫസ്റ്റ് പ്ലേസിലുള്ളത്. എന്നാൽ ഞാൻ ആരാന്ന് എനിക്ക് എന്നെ പ്രൂവ് ചെയ്യണം. ഇനിയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വാങ്ങിനെ അറ്റാക്ക് ചെയ്തത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴാണ് വന്നത്. ഒരു ടെക്നിക്ക് എടുക്കുകയാണ്. അതിന്റെ പേരാണ് സാക്രിഫൈസ്. അതുകൊണ്ട് ഷോക്കായി പോയി. ബ്ലഡും സ്പിരിച്വൽ എനർജിയും മെർജായിട്ട് ഉപയോഗിക്കുന്ന സ്കില്ലാണത്. അതിന്റെ എഫക്റ്റ് എന്നത് ഇപ്പോഴത്തെ വാങ്ങിന്റെ സ്ട്രെങ്തിന് അടുത്തായിട്ട് വരും. എന്നാൽ ഇതിലെ ഏറ്റവും
ഡേഞ്ചർ കൂടിയാണ്. എന്തെങ്കിലും പറ്റി അവൻ്റെ സ്പിരിച്വൽ എനർജി സ്റ്റക്കായിട്ട് അതിൽ തന്നെ മുന്നോട്ട് ജീവിക്കേണ്ടി വരും. അത്രമാത്രം റിസ്ക് ഉള്ള സ്കില്ലാണ് അവ യൂസ് ചെയ്തത്. മാസ്റ്റർ ഇപ്പോഴാണ് മനസ്സിലായത് ഹാവച്ചന് ഇത് മുൻപേ പ്ലാൻ ഇട്ടിരുന്നതാണെന്ന്. ഹീറോയിന് എന്തോ ഒരു പ്രശ്നം പോലെ മനസ്സിൽ വന്നു. ഹാനി വേണ്ടിട്ട് വെറൊരു കോമ്പറ്റീഷൻ, അവനതിൽ സാക്രിഫൈസ് ചെയ്ത സ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞ് അതിശയിച്ചു പോയി. വാങ്ങിന് ഇപ്പോഴാണ് നമ്മുടെ ഗ്യാപ്പ് വളരെ ക്ലോസ് ആണ്, ഇതുകൊണ്ടാണ് നീ ഗെയിം തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞതില്ലേ എന്ന് മനസ്സിൽ വിചാരിച്ച് സോഡ് എടുത്ത് റെഡി. ഹാവച്ചൻ ഒരു അറ്റാക്ക് ചെയ്തു, അത് തടയാനായിട്ട് നോക്കി. എന്നാൽ അവൻ്റെ സോഡ് ഇപ്പോൾ വാങ്ങിനേക്കാൾ പവർഫുൾ ആയിട്ടാണ് ഉള്ളത്. ആ വന്നതിൽ ഒഴിഞ്ഞു മാറി. പിന്നെ അവർ തമ്മിൽ ഇത്ര നേരം നടന്നതുപോലെ അല്ല, അത് കട്ടാക്കി നടക്കുന്ന ഫൈറ്റാണ്. മുൻപൊരു ഹാവച്ചൻ അവനെ പാടുപെട്ടതെങ്കിൽ ഇപ്പോൾ വാങ്ങിനെ മാസ്റ്റർ. അപ്പോൾ നിന്റെ പ്ലാൻ ഇതായിരുന്നു. ഓപ്പോണന്റിന്റെ മൂവ്മെന്റ് ഫൈറ്റ് അടിക്കുന്നത് നീ മാക്സിമം അറിയാൻ ശ്രമിച്ചു. മനസ്സിലാക്കിയതോടെ നിന്റെ ട്രൂ സ്കില്ല് കാണിക്കുന്നത് എന്ന്. ഇതിൽ നിനക്ക് ജയിക്കാൻ ചാൻസ് 50-ൽ താഴെ മാത്രമാണ്. നിനക്കതിന് കഴിയുമോ? അങ്ങനെ അത് കുറച്ചു നേരം അവൻ്റെ ഉള്ളിലുള്ള സ്പിരിച്വൽ എനർജി കൂടുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് വാങ്ങി നീ എന്താണ് കാണിക്കുന്നത്? നിനക്ക് മരിക്കാൻ പേടിയില്ലേ? പിന്നെ സോഡ് ബേർബിൻ്റെ എന്ന സ്കില്ല് അത് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഹാൻഡ്കോം പോലും ഞെട്ടുപോയി. മറ്റേ ആള് ഈ ഫീല് ലോഡ് ചെയ്യുന്ന ആ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അവൻ ഡ്രാഗന്റെ ആ സ്കില്ല് യൂസ് ചെയ്ത് പോകാന്നൊക്കെ സൺ സ്ലാഷ് കൊടുത്ത് ഒതുക്കി. വാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ മുൻപത്തെ പോലെ വന്നു. അവൻ പിന്നെ രണ്ടാമത്തെ സോഡ് കൂടി എടുത്തു. എന്നിട്ട് ക്രോസ് വിട്ട് എതിർത്ത്. എന്ന ഹാവച്ചൻ അതിലൊന്നും നിൽക്കാതെ ഒരു കൂറ്റ 18 സ്ലാഷ് അറ്റാക്ക് അത് തന്നെ കൊടുക്കുകയാണ്. അതിലെ എതിർക്കാനായിട്ട് ഉണ്ടായിരുന്ന ഓഷൻ ആട്രിബ്യൂട്ട്സ് ഉള്ള ഫർണൈസ് അതിൻ്റെ ഒരു സ്കില്ലിന് കിട്ടുന്നു. ഹാവച്ചനെതിരെ അവൻ അങ്ങനെ 2 സോഡും ഉപയോഗിച്ചു, അതുപോലെ ഫർണൈസ് ഉപയോഗിക്കുന്നു. അങ്ങനെ വന്നത് എതിർത്തു. ആ സോഡ് വേർബിളിൻ്റെ ആ സ്കില്ല് അത് ബ്രേക്കാക്കി. അവൻ്റെ ഉള്ളിലുള്ള ബാക്കി വിറ്റ് ഓഫ് സ്പിരിച്വൽ എനർജി ഉണ്ടെന്ന് കരുതി ആ പവേഴ്സ് കൂടി എടുത്ത് അറ്റാക്കിന് വരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫർണൈസിലുണ്ടായിരുന്ന ഒരു സ്കില്ല് അതെന്തോ ഒരു സ്കില്ല് അത് കൊടുത്ത് രണ്ടുപേരും കെട്ടി നിൽക്കുന്നു. അങ്ങനെ ഫർണൈസിന് എന്തോ പറ്റുന്നതും പോലെ സംഭവം അവൻ്റെ ഉണ്ടായിരുന്ന സ്പിരിച്വൽ എനർജി തീർന്നു. അവള് ആയിട്ടുള്ള ഓർമ്മ അത് പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്. അവൾക്കത് ഫീൽ ചെയ്തു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫയർഫ്ലൈ അത് ഗ്ലാസ് അത് വീണ് പൊട്ടി. അവിടെ നിന്ന് അങ്ങനെ പറന്നുപോയി. കുറെ നേരമായിട്ടും അവൻ ഇതുവരെ വന്നില്ല. ഇനി അവനെ വല്ലതും പറ്റിക്കാണും എന്ന് അവൾക്ക് സംശയം. രാത്രിയായി ഇതുവരെ അവൻ വന്നില്ല. വരാത്തത് അവർക്കും ദേഷ്യം ഉണ്ടാക്കി. ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോയി. അവൻ മാച്ചിൽ വല്ലതും പറ്റൂ എന്ന ഡൗട്ട്. അവനെ നോക്കുമ്പോൾ തെറിച്ചു പോകുന്നു. ഷോക്കായി നോക്കുമ്പോൾ അവൻ്റെ ഫർണൈസിൽ നിന്നുള്ള എനർജി അത് അവൻ്റെ ബോഡി മുഴുവൻ ആകാനായിട്ട് തുടങ്ങി. അവൻ്റെ സ്പിരിച്വൽ എനർജി അത് ലിക്വിഡ് പോലെ ആകുകയും അത് സ്റ്റേബിൾ ആകുകയും ചെയ്യുന്നു. അതായത് മാച്ചിനിടയിൽ തന്നെ ഹാവച്ചൻ ലെവൽ 5-ലേക്ക് എത്തി. അതിന് കാരണമായത് ആ സ്കില്ല് സാക്രിഫൈസ്. അവൻ്റെ ബോഡി മുഴുവൻ ഹീലും ചെയ്യിപ്പിച്ചു. അവനെ ഓടി വന്ന് മാസ്റ്റർ പിടിച്ച് ഹാൻക്വാൻ. അപ്പോൾ ഈ ഹിസ്റ്ററിലെ യങ്ങസ്റ്റ് ലെവൽ 5 നൈറ്റായിട്ട് ഹാവച്ചൻ മാറി. ആ മാച്ച് ജയിച്ചു. എന്നാൽ അവൻ അതിൽ ഹാപ്പിയില്ല. ഹാവച്ചൻ നീവായിട്ടുള്ള നല്ലൊരു മാച്ചിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഹാന്യു നിനക്ക് ഇനിയെങ്കിലും മനസ്സിലാകണം നീ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്. ഹാവച്ചനും വാങ്ങുമായിട്ടുള്ള മത്സരത്തിൽ നല്ല ഇഞ്ചറി പറ്റി ഇതുവരെ ബോധം വന്നില്ല എന്ന കാര്യം പറയുന്നു. അത് ഹീറോയിനോട് പറയുന്നത്. അത് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി നീ എന്ത് പ്രശ്നമാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞ വാങ്ങുള്ള സ്ഥലം അവിടെ മാസ്റ്റർ ഇന്നത്തെ മാച്ച് ജയിച്ചതും അടുത്ത 6 ഷ്രൈനിൽ ഒരാളായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. വാങ്ങാണെങ്കിൽ അവിടെ കുളിച്ചു കഴിഞ്ഞ പാസ്റ്റിൽ നടന്നത് അത് ആലോചിക്കുന്നത്. യങ് ലാവോന്റെ അടുത്ത് എൻ്റെ ഒരു അറ്റാക്കിൽ അവൻ തോൽവി സമ്മതിക്കുന്നു, അതിനെ തിരിച്ച് ഞാൻ വെറ്റുവയ്ക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലെ ഓർത്തിട്ട് ഹാവച്ചൻ ഞാൻ വിചാരിച്ചതിലധികം സ്ട്രോങ് തന്നെയാണ്. ജയിക്കാനായിട്ട് നീ നിന്റെ മാക്സിമം നോക്കി. ആദ്യമായിട്ട് ഞാൻ ഡുവൽ നൈറ്റ് സോഡ് അത് വെച്ച് ഫർണൈസ് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ അത്ര മോശം ക്യാരക്ടറൊന്നുമില്ല. ഹാവച്ചന് ആ സമയത്ത് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സൗണ്ട് ആരുണ്ടെന്ന് മനസ്സിലാക്കി ചോദിക്കുമ്പോൾ നിനക്കത് ധൈര്യമുണ്ട് എന്ന് ഒരു വോയിസ്. ഇത് അസാസിൻ ടെമ്പിളിലാണ് എന്നത് പെട്ടെന്ന് തന്നെ അവൻ മനസ്സിലാക്കിയിട്ട് നിനക്കെന്താ വേണ്ടേ. അവൻ മനസ്സിലായി ഹാവച്ചന് വേണ്ടിയാണ് വന്നതെന്ന്. മുന്നോട്ട് വരാനായിട്ട് പറയുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ സോഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ബ്ലൈൻഡ് ഗേളാണെന്നത് കണ്ട് ഷോ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്. അവർ തമ്മിൽ ഫൈറ്റിങ് ഫർണൈസിലെ സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊരു ചെറിയ സ്കില്ല് തന്നെ ബ്രേക്കാക്കി. അങ്ങനെ അവനെ വെച്ച ഷീൽഡൊക്കെ പൊട്ടിച്ച് തെറിപ്പിച്ചു. ഇത് കണ്ട അവരുടെ ആൾക്കാർ ചെല്ലുമ്പോൾ അവരെ തടഞ്ഞു നിൽക്കുകയാണ് അസാസിൻ ടെമ്പിളിലെ ബാക്കിയുള്ളവര്. അവർ ആ ടെമ്പിളിലുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ട് നമ്മുടെ സ്ഥലത്ത് വരാം എന്ന് പറയുമ്പോൾ നമ്മുടെ മിസ് ഒരു കാര്യം ചെയ്യുകയാണ്, വെയിറ്റ് ചെയ്യും. അവർ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഷവി എന്ന ഒരാൾ വന്ന് എല്ലാവരെയും ലോക്കാക്കി. നൈറ്റ് ടെമ്പിളിൽ അസാസിൻ ടെമ്പിൾ നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. നമ്മുടെ മാസ്റ്റർ വല്ല പറ്റിയ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അറിഞ്ഞിട്ട് തന്നെയാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്താണോ 2 ടെമ്പിളിൽ നടക്കാൻ പോകുന്നത് അതൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.